ഹലോ, നിങ്ങളുടെ വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ വിഷു ദിവസമാണ് നിങ്ങൾ ഈ വീഡിയോ കൂടെ കാണാൻ പോകുന്നത്. ഇത് തലേ ദിവസം വിഷുക്കണിയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അറിയാലോ, രാവിലെ എണീറ്റ് കണി കാണണം. വിഷു എന്ന് പറയുമ്പോൾ വിഷുക്കണിയാണല്ലോ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങള് വിഷുക്കണി സെറ്റ് ചെയ്തത്. 4:30 4:45 ആ സമയമൊക്കെ ആയപ്പോ വന്ന് കണി കണ്ടു. മെയിനായിട്ട് വേണ്ട സാധനമാണ് കൊന്നയൊന്നും ഇവിടെ കിട്ടാനില്ലായിരുന്നു. കിട്ടിയത് ഇങ്ങനെ വാടിപ്പോയ പോലെ ആയിപ്പോയി. എന്തായാലും രാവിലെ എണീറ്റ് കണി കാണുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. നല്ലതായിരുന്നു. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ ഈ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തെങ്കിലും എനിക്കറിയില്ല, എനിക്ക് അത്രയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു. വിഷു എന്ന് പറയുമ്പോൾ കണി കാണുക, ഫുഡ് കഴിക്കുക, പടക്കം പൊട്ടിക്കുക, സാരി എടുക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ ഇത് കുറെ വീഡിയോ എടുക്കാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഷോർട്സ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ലോങ് വീഡിയോ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ള ക്ലിപ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാന്ന്. അങ്ങനെ നമ്മൾ കണിയൊക്കെ കണ്ട് വന്ന് കമ്പിത്തിരിയൊക്കെ ജസ്റ്റ് ഒന്ന് കത്തിച്ച് കളിച്ചു. അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ പടക്കം അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സംഭവങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സംഭവം മാത്രമേ ഇവിടെ വാങ്ങിച്ചിട്ടുള്ളൂ. ചെറുതായപ്പോൾ ഒക്കെ ഈ കമ്പിത്തിരിയൊക്കെ കുറേ ടൈം കത്തിയായിരുന്നു. ഇപ്പൊ കുറച്ച് സമയമേ ഉള്ളൂ. ഒരു കമ്പിത്തിരി കത്തിക്കും, 2 കറക്കും കഴിഞ്ഞു, അത്രേ ഉള്ളൂ. നേരമൊക്കെ നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. ഇപ്പം ഇരുടൊക്കെ മാറി സൂര്യപ്രകാശമൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അത് തന്നെയാണ് നേരം വെളുത്തത്. ഞാൻ ഒന്നുകൂടി കുറച്ച് കൂട്ടി പറഞ്ഞേ ഉള്ളൂ. അപ്പം നമ്മുടെ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. പടക്കമൊക്കെ പൊട്ടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. പിന്നെ വേറൊരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാല്, തെറ്റിദ്ധാരണയൊന്നല്ല, നമ്മൾ ഈ സിനിമയിലൊക്കെ കണി കാണുന്ന ആ ഒരു സീനൊക്കെ വരുന്ന സമയത്ത് ഇവരൊക്കെ നല്ല പട്ടുസാരിയൊക്കെ ഉടുത്തിട്ടായിരിക്കും കണി കാണുക. അതെങ്ങനെയാ അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വതവേ എൻ്റെ ഒരു അറിവിൽ നമ്മൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് ആ രീതിക്കാണ് നേരെ പോയി കണി കാണുക. ഈ വിളക്കൊക്കെ കത്തിക്കുമ്പം കുളിച്ച് സെറ്റാക്കുക. പക്ഷെങ്കിൽ ഈ കണി പോയി കാണൂല്ലേ, അപ്പൊ ഇങ്ങനെ പട്ടുസാരിയൊക്കെ എടുത്ത് പോയി കണി കാണുക. അതെന്താ ഇവർ ഇങ്ങനെ കാണിക്കുന്നത് എനിക്കറിയില്ല. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. പിന്നെ ഇതാ നല്ലിടം സൂര്യനൊക്കെ പുറത്തേക്ക് ചാടി വന്നിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ കുറച്ച് നല്ല സൂര്യൻ്റെ പ്രകാശം ഭയങ്കര ഓറഞ്ച് കളർ പോലെയൊക്കെ തോന്നും. എനിക്ക് തോന്നുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നും. അല്ലെങ്കിൽ കുറച്ച് നേരത്തൊക്കെ എണീറ്റ് ഇങ്ങനെ നടക്കുന്നുണ്ടാണോ അതും അറിയില്ല. എന്നാലും നല്ല രസമാണ്. പിന്നെ കുറേ പേര് ഹോം ടൂറിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹോം ടൂർ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ കാണിക്കാൻ മാത്രം എന്തുണ്ടോയെന്നും എനിക്കറിയില്ല. ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോയിൽ കൂട്ടിച്ചേർത്ത് ചെയ്യാം. ഇതെന്തായാലും മേലത്തെ തട്ടാണ്. മേൽത്തട്ടിൽ വേറെ ഒന്നുമില്ല. നിങ്ങളിപ്പോൾ കയറി വരുമ്പോൾ കണ്ടില്ലേ, ആ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. പിന്നെ പഴയൊരു TV അവിടെ വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അവിടെ റൂംസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. മേലെ ജസ്റ്റ് സ്റ്റെയർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ ഒരു സ്പേസും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിച്ചു. ചായ, പിന്നെ ഇതാ ഉപ്മാവും പഴവുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അതും കഴിച്ചു. ഇനിയാണ് ഗൈസ് കലാപരിപാടി ഒന്നുമല്ല, സാരി ഉടുക്കണം. പിന്നെ കുറച്ച് മേക്കപ്പ് അല്ല, BB ക്രീം ഇടുന്നുണ്ട്. പിന്നെ കണ്ണെഴുതണം, ലിപ്സ്റ്റിക് ഇടണം, അത്രേ ഉള്ളൂ. സെറ്റ് മുണ്ടാണ് ഇപ്രാവശ്യം എടുത്തത്. ഞാൻ എടുത്തതൊന്നുമല്ല, അമ്മ ഉടുപ്പിച്ചതെന്നാണ്. പിന്നെ എന്താ, സെയിം കളർ ബ്ലൗസാണ് ചൂസ് ചെയ്തത്. ഞാൻ ഓണത്തിന് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓണത്തിന് ഈ ബ്ലൗസ് പീസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല. തുണിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ വിഷുവിന് അങ്ങനെ ഇട്ടു. ഈ മാല 2 വർഷം മുന്നേ വാങ്ങിച്ചതാണ്. 2 വർഷം മുന്നേ ഉള്ള ഓണത്തിന്റെ സമയത്ത് വാങ്ങിച്ചതാണ്. പക്ഷെ അപ്പം ഇട്ടില്ല. ഈ ദിവസം ഇട്ടപ്പം കുഴപ്പമില്ലാന്ന് തോന്നി, അപ്പം അത് തന്നെ ഇട്ടു. കുപ്പിവെള്ളം ഞാൻ പറശ്ശിനിക്കടവ് പോയ സമയത്ത് അവിടെ ഒരു കുപ്പിവെള്ളേൻ്റെ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഷോപ്പിൽ കണ്ട പോലെ കുപ്പിവെള്ളം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ആയിരുന്നു. അപ്പം ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് കണ്ടപ്പോൾ ഇത് വാങ്ങിച്ചു. ഇന്നത്തേക്ക് അതിട്ടു. വിഷുവിനേക്കുള്ള ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴൊക്കെ വാങ്ങിച്ച സംഭവങ്ങൾ ഒപ്പിച്ചിട്ടു. എല്ലാം മാച്ചായി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്താ ഗൈസ്, വിഷുവിന് നമുക്ക് ചെയ്യാനുള്ളത് കുറേ ഫോട്ടോ എടുക്കുക. അത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കുറേ ഫോട്ടോ എടുക്കുക. ഞാൻ റീൽസിന് വേണ്ടി കുറേ എന്തൊക്കെയോ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ സമയം പോയി. എൻ്റെ ഫോട്ടോ എടുത്തു, പിന്നെ വീട്ടിലുള്ളവരെ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. ഇത് തന്നെയായിരുന്നു കുറേ സമയം. ഒരു ഉച്ച വരെ ഇത് തന്നെയായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് ഫൺ. ഞാനിങ്ങനെ ഫോട്ടോ എടുക്കാറില്ല. ഈ ഒരുങ്ങി ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ഫോട്ടോ എടുത്തതും കുറച്ച് നന്നായി പോയി. അപ്പം ഞാൻ എല്ലാത്തിലും പോസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെയായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത എന്തെങ്കിലും പരിപാടിക്ക് ഒരുങ്ങാനുള്ള അവസരം കിട്ടിയാൽ അപ്പോൾ ഒരുങ്ങി ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യണം. അല്ലാണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ഫോട്ടോ എടുക്കലും പോസ്റ്റ് ചെയ്യലൊന്നും ഇല്ല. അങ്ങനെയൊക്കെയാണ്. അടുത്ത പരിപാടി ഇതാ ചോറ് കഴിക്കുക. സദ്യയായിട്ടൊന്നും ഇപ്രാവശ്യം ഇല്ലായിരുന്നു. ഓണത്തിന് സദ്യ ഉണ്ടായിരുന്നു, പക്ഷെ വിഷുവിനും അങ്ങനെയൊന്നും ഇല്ല. 2 തരം പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പാലട പായസമാണ് കഴിക്കുന്നത്. പാലട പായസവും പപ്പടവും മിക്സ് ആക്കിയിട്ടാണ് കഴിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കഴിക്കാറുണ്ടോ?
ഉണ്ടോ? പിന്നെ ഒന്നുമില്ല ഗൈസ്, വൈകുന്നേരമായി, ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്, മഴ പെയ്തു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, അത്രേ ഉള്ളൂ വിഷു ഒന്നും ഇപ്പൊ ഒന്നും അല്ലാത്ത പോലെ തോന്നുന്നു. ചെറുപ്പത്തിലൊക്കെ കുറച്ച് എന്താ വിഷു ആവണം, വെക്കേഷൻ വിഷു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും തോന്നുന്നില്ല. വേറൊരു വിഷു ഓർമ്മ എന്താന്ന് വെച്ചാല്, ചെറുപ്പത്തിൽ നമ്മൾ ഈ കമ്പിത്തിരിയൊക്കെ കത്തിച്ചതിന്റെ ബാക്കി വരുന്ന ഈ കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഞാനും എൻ്റെ കസിനും കുറെ ക്രാഫ്റ്റോ അല്ലെങ്കിൽ അതിൽ കളർ അടിച്ചൊക്കെ കളിക്കുകയായിരുന്നു. അത് ഈ വിഷു കഴിഞ്ഞതിന്റെ പിറ്റേഴ്സും ചെയ്യുന്ന ഒരു സംഭവമാണ്. അതെന്തോ അത്രയൊക്കെയായിരുന്നു. അപ്പോൾ ഒക്കെ ഒരു വിഷു എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല ഗൈസ്. കുഞ്ഞു വീഡിയോ ആണ്, എന്തായാലും ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു വിഷു എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.